പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദൈവ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഈ പൊൻപുലരിയിൽ നാം ദേവാലയത്തിൽ ആയിരിക്കുന്നത് ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനുമാണല്ലോ. ഇന്ന് തിരുസഭ പെന്തക്കോസ്താ തിരുനാൾ ആഘോഷിക്കുന്നു. ഇന്നത്തെ ഒന്നാം വായനയിൽ നാം കാണുന്നത് ശിഷ്യന്മാർ പരിശുദ്ധ കന്യകാമറിയത്തോടൊപ്പം പ്രാർത്ഥനാ നിരതരായി പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവ് തീനാളത്തിന്റെ രൂപത്തിൽ വന്നുകൊണ്ട് പേടിച്ചു വിറച്ചിരുന്ന ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തി. അവർക്ക് ഭാഷാവരം ലഭിച്ചു. അവർ ധൈര്യപൂർവം ദൈവവചനം പ്രഘോഷിച്ചു. നാം പ്രാർത്ഥനാപൂർവം പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കാം. അങ്ങനെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ധൈര്യപൂർവ്വം നമുക്ക് ദൈവവചനം പ്രഘോഷിക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ രണ്ടാം വായനയിൽ വിശുദ്ധ പൗലോസ് പറയുന്നു, യേശു കർത്താവാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കണം. പരിശുദ്ധാത്മാവിനെ നാം സ്വീകരിച്ചു കഴിയുമ്പോൾ അവിടുന്ന് നമ്മുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും നിയന്ത്രിക്കുകയും നമ്മെ തൻ്റെ ദാനങ്ങളും വരങ്ങളും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും. നമ്മൾക്ക് ആത്മാവ് വെളിപ്പെടുത്തുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് ദാനമായി നൽകുമ്പോൾ നാം പരിശുദ്ധാത്മാവിനെ മറ്റുള്ളവർക്ക് ദാനമായി നൽകുവാൻ കടപ്പെട്ടിരിക്കുന്നു. സഹമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത് യേശു ഭയന്നു വിറച്ച് മുറിയിൽ കഴിയുന്ന ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവർക്ക് സമാധാനം ആശംസിക്കുന്നുണ്ട്. അവിടുന്ന് അരുൾ ചെയ്തു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുൾ ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിപ്പിക്കപ്പെടും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെടും. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ ധാരാളം അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ലഭിക്കുകയും സ്വർഗീയ കാര്യങ്ങൾ വെളിപ്പെടുത്തി തരികയും ചെയ്യും. അങ്ങനെ ദൈവത്തോടൊപ്പം നമ്മളായിരിക്കുവാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവിനെ കൂടുതലായിട്ട് സ്നേഹിക്കാം. പരിശുദ്ധാത്മാവാൽ നിറയുവാനായിട്ട് നമ്മൾക്ക് ശ്രമിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധമായി സൂക്ഷിക്കാം. അതിനായിട്ടുള്ള കൃപാപരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്ക് നൽകട്ടെ എന്ന് ഈ പാവനമായ ദിവ്യബലിയിൽ പ്രാർത്ഥിക്കാം.